നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. കേരള PSCയുടെ പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചർ അല്ലെങ്കിൽ നഴ്സറി സ്കൂൾ ടീച്ചർ എക്സാം നടക്കാൻ പോകുന്നത് ഇപ്പോൾ 2026 ഏപ്രിൽ 24-നാണ്. അപ്പോൾ എല്ലാവരും ഹോൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് തുടങ്ങി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് MMR പ്രതിരോധ കുത്തിവയ്പ്പിൽ ഉൾപ്പെടാത്തത്? താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് MMR പ്രതിരോധ കുത്തിവയ്പ്പിൽ ഉൾപ്പെടാത്തത്? അഞ്ചാം പനി, വില്ലൻ ചുമ, മുണ്ടിനീര്, റുബല്ല. ഇതിലേതാണ് വില്ലൻ ചുമ? അഞ്ചാം പനി, മുണ്ടിനീര്, റുബല്ല എന്നിവയാണ് MMRൽ വരുന്നത്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു മൂലകമാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു മൂലകമാണ് കാർബൺ, മഗ്നീഷ്യം, സോഡിയം, കാൽസ്യം. ഇതിലേതാണ് വരുന്നത്? കാൽസ്യം. പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യം സമഗ്ര വികസനം, ഔപചാരിക വിദ്യാഭ്യാസം, തൊഴിൽ സമ്പാദനം, സാങ്കേതിക വിദ്യ നേടൽ. ഇതിലേതാണ്? സമഗ്ര വികസനമാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യം. വ്യവഹാര മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞനാണ്. വ്യവഹാര മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് ബിനെ, സ്പിയർമാൻ, JB വാട്സൺ, വെഷ്ലർ. ഈ ഓരോ മനഃശാസ്ത്രജ്ഞന്മാരെ പറ്റിയും നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. അതുപോലെ പ്രീ പ്രൈമറിയുടെ വാട്സപ്പ് ചാനലും വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? JB വാട്സൺ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. വ്യവഹാര മനഃശാസ്ത്രം. ഡോട്ട് എന്ന ആധുനിക ചികിത്സാ രീതി താഴെ പറയുന്ന ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോട്ട് എന്ന് പറയുന്നത് ഏതാണ്? ക്ഷയരോഗത്തിനാണ് ഡോട്ട് എന്ന് പറയുന്നത്. ക്ഷയരോഗത്തിൻ്റെ ചികിത്സാ രീതിക്കാണ് ഡോട്ട് എന്ന് പറയുന്നത്. ജീൻ പിയാഷെയുടെ വൈജ്ഞാനിക വികാസഘട്ടങ്ങളിൽ ഏത് ഘട്ടത്തിലുള്ള കുട്ടിയാണ് പ്രീ സ്കൂൾ കുട്ടിയായി കണക്കാക്കപ്പെടുന്നത്? ഏത് ഘട്ടത്തിലുള്ള കുട്ടിയാണ് പ്രീ സ്കൂൾ കുട്ടിയായിട്ട് കണക്കാക്കപ്പെടുന്നത്? ഇതിൽ പറഞ്ഞിരിക്കുന്നു മനോവ്യാപാര പൂർവചിന്തനം, ഇന്ദ്രിയ ചാലക ഘട്ടം, രൂപാത്മക വ്യാപാര ചിന്തനം, ഔപചാരിക ചിന്തന ഘട്ടം. ഇതിൽ മനോവ്യാപാര പൂർവചിന്തനം ഈ ഒരു ഘട്ടത്തിലെ കുട്ടികളാണ് പ്രീ സ്കൂൾ കുട്ടിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇതൊരു പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചർ എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. താഴെ പറയുന്നവരിൽ ഗ്രീക്ക് കാലഘട്ടത്തിലെ ദാർശനികൻ അല്ലാത്ത വ്യക്തി. ഗ്രീക്ക് കാലഘട്ടത്തിലെ ദാർശനികൻ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സോക്രട്ടീസ്, പെസ്റ്റലോസി, പ്ലേറ്റോ, അരിസ്റ്റോട്ടൽ. ഇപ്പോൾ നമുക്കറിയാം ബാക്കി സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടലൊക്കെ ഗ്രീക്ക് കാലഘട്ടത്തിലെയാണ് അല്ലേ? അപ്പോൾ പെസ്റ്റലോസിയാണ് ആൻസർ. സാധാരണ മാനസിക വളർച്ചയുള്ള ഒരു കുട്ടിയുടെ IQ, ബുദ്ധിമാനം എത്രയായിരിക്കും? ഒരു കുട്ടിയുടെ ആണെങ്കിൽ എത്രയാണ് അതിൻ്റെ IQ വരുന്നത്? 90 to 110 ആണ്. 90 മുതൽ 110 വരെയാണ് അതിൻ്റെ IQ ബുദ്ധിമാനത്തിൻ്റെ അളവ് വരുന്നത്. ആരോഗ്യമുള്ള കുഞ്ഞിൻ്റെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ശരാശരി അളവ് എത്ര? ആരോഗ്യമുള്ള കുഞ്ഞിൻ്റെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ശരാശരി അളവ് 11 മുതൽ 13 ഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. ഓപ്ഷൻ B ആണ് ആൻസർ. താഴെ പറയുന്നവയിൽ ഒരു മനഃശാസ്ത്രജ്ഞന്റെ സിദ്ധാന്തങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. ഇതിൽ ആരുടെ സിദ്ധാന്തമാണത്? അതിൽ കൊടുത്തിരിക്കുന്ന പാവ്ലോ, ബ്രൂണർ, വൈഗോട്സ്കി, പിയാഷെ എന്നിവരാണ്. അപ്പോൾ ഇതിൽ പാവ്ലോവിൻ്റെ മാത്രമാണ് വ്യത്യസ്തമായിട്ടുള്ളത്. അപ്പോൾ എല്ലാ മനഃശാസ്ത്ര ചിന്തകന്മാരുടെയും നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഓരോ മനഃശാസ്ത്ര ചിന്തകൾ, മനഃശാസ്ത്ര പഠന സിദ്ധാന്തങ്ങൾ, അങ്ങനെ പല രീതിയിൽ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൈൽഡ് എഡ്യൂക്കേഷൻ ആൻഡ് പെഡഗോഗി എന്ന് പറയുന്ന ആ ഒരു പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചറിൻ്റെ പ്ലേലിസ്റ്റിലും നിങ്ങൾക്കത് കിട്ടുന്നതാണ്. താഴെ പറയുന്നവയിൽ കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് ശ്രദ്ധ, ഉത്കണ്ഠ, അഭിപ്രേരണ. ഇവ എല്ലാമാണ്. ഇതിലേതാണ് വരുന്നത്? നമുക്കറിയാം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണല്ലേ? അപ്പോൾ ഇവയെല്ലാമാണ് കുട്ടികളുടെ പഠനത്തെ സ്വാധീനിക്കുന്നത്. സസ്യങ്ങൾ സ്വയം ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? പ്രകാശ സംശ്ലേഷണം. ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. തോണ്ടൈക്ക് എന്ന മനഃശാസ്ത്രജ്ഞന്റെ നിരവധി പഠന നിയമങ്ങൾ ക്ലാസ് റൂം പഠന പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. താഴെ പറയുന്നവയിൽ തോണ്ടൈക്കിന്റെ പഠന നിയമത്തിൽ ഉൾപ്പെടാത്ത നിയമം ഏതാണ്?
തോണ്ടൈക്കിൻ്റെ പഠനത്തിൽ പഠന ഫല നിയമം, സന്നദ്ധതാ നിയമം, ശ്രേണി പഠന നിയമം, അഭ്യാസ നിയമം എന്നിവ കൊടുത്തിരിക്കുന്നു. ഇതിൽ ശ്രേണി പഠന നിയമമാണ് അദ്ദേഹത്തിൻ്റെ തോണ്ടൈക്കിൻ്റെ പഠന സിദ്ധാന്തത്തിൽ വരാത്തത്. താഴെ പറയുന്നവയിൽ നാഡീ മനഃശാസ്ത്ര ശാഖയിൽ ഉൾപ്പെടുന്ന അവയവമാണ്. നാഡീ മനഃശാസ്ത്ര ശാഖയിൽ ഉൾപ്പെടുന്ന അവയവമാണ് ഏത്? ഹൃദയം, മസ്തിഷ്കം, വൃക്ക, കരൾ. ഈ നാഡീ മനഃശാസ്ത്രം ന്യൂറോ സൈക്കോളജിയിൽ വരുന്ന ഏതാണ്? മസ്തിഷ്കം. നിശാന്തത എന്ന രോഗത്തിന് കാരണം ഏത് വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാവുന്നതാണ്? അപ്പോൾ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ബി. കാരണം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്, ആ ഒരു വൈറ്റമിൻ ഇല്ലാതിരിക്കുമ്പോഴാണ് നിശാന്തത ഉണ്ടാവുന്നത്. ഏതാണ്? വൈറ്റമിൻ എ. വായുവിൽ കൂടി പകരുന്ന ഒരു വൈറസ് രോഗമാണ്. ഹെപ്പറ്റൈറ്റിസ് ബി, ഇൻഫ്ലുവൻസ, വയറിളക്കം, വിരശല്യം എന്നിവ കൊടുത്തിരിക്കുന്നു. ഇൻഫ്ലുവൻസയാണ് ആൻസർ. ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാരീരിക മാനസിക വെല്ലുവിളികൾ ഉള്ളവരെ സാധാരണ സ്കൂളുകളിൽ ഉൾപ്പെടുത്തി അവരെ ഇൻക്ലൂഡ് ചെയ്ത് പഠിപ്പിക്കുന്നതിനാണ് അതിന് ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ടാഗോർ സ്ഥാപിച്ച പ്രശസ്തമായ വിദ്യാലയത്തിൻ്റെ പേരെന്താണ്? ഇതിലേതാണ്? ശാന്തിനികേതൻ. ശാന്തിനികേതനാണ് ടാഗോർ സ്ഥാപിച്ച പ്രശസ്തമായ വിദ്യാലയം. പ്രാദേശിക പാഠ്യപദ്ധതി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രാദേശിക പാഠ്യപദ്ധതി കുട്ടിയുടെ പരിചിത ചുറ്റുപാടിൽ നിന്നുള്ള പഠനം, അതാണ് പ്രാദേശിക പാഠ്യപദ്ധതി. പഠനത്തിൽ കൈത്തൊഴിലുകൾക്കൊക്കെ പ്രാധാന്യം നൽകിയത്, കൈത്തൊഴിലുകൾക്ക് പ്രാധാന്യം നൽകിയ മഹാനാരാണ്? ഓപ്ഷൻസ്: സുഭാഷ് ചന്ദ്രബോസ്, ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, വിവേകാനന്ദൻ. ഇതിൽ ഗാന്ധിജിയാണ് കൈത്തൊഴിലുകൾക്ക് പ്രാധാന്യം കൊടുത്തത്. സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനം ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു. ഏത് ദിവസമാണത്? ജനുവരി 12 ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. മാംസ്യത്തിൻ്റെ കുറവ് മൂലം ശിശുക്കളിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ഏതാണ്? മരാസ്മസ്. നവജാത ശിശുക്കളെക്കുറിച്ചുള്ള പഠനമാണ് നിയോനേറ്റോളജി. ഈഡിപ്സ് ഈജിപ്റ്റ താഴെ പറയുന്ന ഏത് വിഭാഗത്തിലുള്ള ജീവിയുടെ ശാസ്ത്രനാമമാണ്? കൊതുക് അല്ലേ? ഏഡീസ് ഈജിപ്റ്റി എന്ന് പറയുന്നത് ഒരു കൊതുകാണ്. തലച്ചോറിനെ പൊതിയുന്ന പാടകൾക്ക് ഉണ്ടാകുന്ന രോഗാണുബാധ. തലച്ചോറിനെ പൊതിയുന്ന പാടകൾക്ക് ഉണ്ടാകുന്ന രോഗാണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് MMR പ്രതിരോധ കുത്തിവയ്പ്പിൽ ഉൾപ്പെടാത്തത്? താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് MMR പ്രതിരോധ കുത്തിവയ്പ്പിൽ ഉൾപ്പെടാത്തത്? 5-ാം പനി, വില്ലൻ ചുമ, മുണ്ടിനീര്, റുബല്ല. ഇതിലേതാണ്? വില്ലൻ ചുമ. 5-ാം പനി, മുണ്ടിനീര്, റുബല്ല എന്നിവയാണ് MMRൽ വരുന്നത്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു മൂലകമാണ് കാൽസ്യം.